ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ എല്ലാം സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പേരുടെ എന്താ വെച്ചാൽ നമ്മൾ പുതിയ ആൾക്കാരെ പാലത്തിന് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂടി ഒന്ന് ശ്രമിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം പാലത്തിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആളെല്ലാം മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആൾക്കെല്ലാം എന്തെല്ലോ സഞ്ചിയെല്ലാം കെട്ടായിട്ടല്ലോ വന്നിട്ടില്ല. അപ്പുറത്ത് നമ്മളെ നാസർക്ക് ഇടുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മളെ വേറെ രണ്ടാളിടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്കൊന്ന് നോക്കാം. രണ്ട് കച്ചായിനെ പോലെ ഗൈസ്, ഇത് നിറച്ചും കച്ചായാണ്. അപ്പം ഒരു വേറെ ചെമ്പില്ലേ അങ്ങനത്തെ എന്തോ മീൻ ഉണ്ട് തോന്നുന്നു. ഇതൊരു 1 2 3 4 5 6 6 കച്ചായി ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതവിടെ മൂടി വെക്കാം. എന്നിട്ട് നമ്മളെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ്, ഇവർ മൂന്നാളും നല്ല കാര്യമായിട്ട് അടിച്ച് മീൻ പിടിക്കുവാണ്. ഗൈസ്, ഈ ഒരു കറുത്ത തൊപ്പിയിട്ടൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അതിനിപ്പം ചൂണ്ടേന്ന് ഇപ്പോൾ ഇളക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏതാണ് ആ മീനെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളെ സിനാചേട്ടൻ ഇവിടെയുണ്ട്. അപ്പോൾ സിനാചേട്ടൻ്റെ ഫാൻസിലും ഒന്ന് ലൈക്ക് അടിച്ച് ഓടിക്കുക. സിനാചേട്ടൻ അവിടെ കുപ്പിയിൽ മൈദ ഇറക്കിയിട്ട് ഇങ്ങനെ പുഴയിലൂടെ നമ്മൾ അന്ന് പറത്തിയിരുന്നു. ആ ഒരു മീൻ പിടുത്താണ് നമ്മളെ സിനാചേട്ടൻ്റെ പരിപാടി അറിയുന്നത്. അപ്പോൾ നമ്മളെ സിനാചേട്ടൻ ഇപ്പം എന്താണ് നമ്മളെ കുപ്പി താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്തൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും കിട്ടാണ്ടിരിക്കൂലല്ലോ. അപ്പോൾ ഗൈസ്, സിനാചേട്ടൻ അവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ നിന്ന് കാര്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു നീല ബനിയനിട്ട് ഒരു ഏട്ടൻ താഴേക്ക് എന്തോ അല്ല നമ്മളെ ചൂണ്ടിറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സിനാചേട്ടൻ എന്തോ കിട്ടിയൊന്ന് അടിച്ച് വലിക്കുന്നുണ്ട്. ഏതാ മീൻ എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേതാ മീൻ? മാലാനാണ് ഗൈസ്. അപ്പം നമ്മളെ നേരത്തെ അതോ അയ്യോ പോണ ഗൈസ്, നമ്മളെ മാല ഇപ്പോൾ പുഴയിൽ തുള്ളിയാനെ അത്യാവശ്യം നല്ല സൈസില്ല മാലാനാണ്. ബക്കലിൽ അത്യാവശ്യം കുറച്ച് 2 3 മീനെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ മൈദ ഇപ്പം അതിലേക്ക് ആദ്യം വയ്ക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ 3 മീനാകെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ 3 മാലാനാണ്. അപ്പോൾ ഗൈസ്, ഒരു മാലാൻ കമിന്ന് കിടക്കുന്നുണ്ട്, മറ്റേ മാലാൻ അനക്കില്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ മൈദ ഇടുന്നു. മൈദ രണ്ട് വലിയൊരു സ്പൂണ് നിറച്ച് വിടുന്നുണ്ട്. എനിക്കിങ്ങനെ നമ്മളെ വടിയെടുത്ത് ഇങ്ങനെ ഇളക്കും, കല ഇളക്കിയിട്ട് ആണ് നമ്മളെ സിനാചേട്ടൻ പുഴയിലിടുന്നത്. നമുക്കതൊന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം. പുഴയിൽ ഇങ്ങനെ ഇറക്കുന്നുണ്ട് ഗൈസ് നമ്മളെ പാലത്തിൻ്റെ അടിയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മളെ കുപ്പി എന്തായാലും പുഴയിലെത്തിയിട്ടുണ്ട്. പിന്നെ മീനെല്ലാം വരുന്നുണ്ടോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം. മീനെല്ലാം ഇങ്ങനെ വരുന്ന കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ആ ഗൈസ്, 2 3 കുറേ മാലാനിങ്ങനെ അതിൻ്റെ ചുറ്റും വളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഈ മൈദപ്രിയന്മാരായ മാലാന്മാർ ഇതിൻ്റെ ഉള്ളിൽ കയറും, അതായത് തിന്നാനായിട്ട്. അന്നേരമാണ് നമ്മളെ കുപ്പീനുള്ളിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സിനാചേട്ടൻ എന്തോ വലിക്കുന്നുണ്ട്. അപ്പം എത്ര കിട്ടി അറിയില്ല, അന്നേരം ഒന്നായിരിക്കും. അപ്പോൾ നമ്മളെ കുപ്പിയിൽ ഗൈസ് അതന്നെ മാല തന്നെയാണ് ഗൈസ് നമ്മളെ. അപ്പം നമുക്ക് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിനെയും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇതുവരെ കിട്ടിയ ലെറ്റ് സൈസിലെ മാലാൻ. നല്ല പടപ്പാണ് ഗൈസ്, മിക്കവാറും തുള്ളിപ്പോകുന്ന തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് നല്ല പടപ്പാണ്. ഇപ്പം ബക്കച്ച അതാ ഒരു മീനയിൽ കുടുങ്ങി ഗൈസ്. ബക്കച്ചെല്ലാം അടിച്ചിട്ട് പോകുന്നില്ല അല്ലാതെ. അപ്പോൾ നമ്മളെ മാലാൻ ഇതാ നടന്ന് ഇങ്ങനെ ശ്വാസം കഴിക്കുന്നുണ്ട് ചെറുങ്ങനെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി 4 മാലാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 2 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. എൻ്റെ നേരത്തെ പോലെ വടിയെടുത്ത് ഇളക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ പുഴയിലേക്ക് ഇടും ഗൈസ്. ആകാശമൊക്കെ കറുത്തിരുന്നിട്ടുണ്ട്, മഴ വരുമോയെന്നറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ പാലത്തിൻ്റെ താഴേക്ക് എന്തായാലും എത്തിയിട്ടില്ല. പുഴയിലേക്ക് ഇപ്പം കുറച്ച് ദൂരം കൂടി ഉണ്ട് ഗൈസ്. ഇപ്പത്തും എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പം നമ്മളെ കുപ്പി പുഴയിലെത്തിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി പരിപാടിയാണ് ഈ കുപ്പിയിൽ മീൻ കൊടുത്തം. അപ്പോൾ ഇവിടെ ആർക്കും വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.